ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ ഒരു ചെറിയ കഷ്ണം സ്പോഞ്ച് കൊണ്ട് എങ്ങനെ നമ്മുടെ കിച്ചൺ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കാമെന്ന് നോക്കാനാണ് കേട്ടോ. വേഗം വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ സ്റ്റവ് ഇങ്ങനെയാണോ കാണാറ്? തിളച്ച് തൂവിയതും പാല് തിളച്ചതും കറികൾ എത്ര കറികൾ വെച്ചു അതൊക്കെ ഉണ്ടാവും അല്ലേ ഗ്യാസ് സ്റ്റവില്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഏറ്റവും വൃത്തിയാക്കിയിട്ട് നന്നാക്കി എടുക്കാം? ഇതാ ഈ സ്പോഞ്ചാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഈ ഒരു കഷ്ണം സ്പോഞ്ച് മതി നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആവാൻ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും പോകുന്നൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കിയാൽ തന്നെ ഒരു വിധം എല്ലാം ക്ലീൻ ആവും കേട്ടോ. അതുപോലെ ഇങ്ങനെ ഓക്കേ. ഇത് അത്ര തന്നെ ഉണങ്ങിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പോരുന്നത്. അല്ലെങ്കിൽ ഇത്ര തന്നെ പോരില്ല. അപ്പോൾ ശകലം വെള്ളമാക്കിയിട്ട് ഇതങ്ങനെ തുടച്ചെടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണേ. ഇത് കഴുകാൻ വലിയ ബുദ്ധിമുട്ടില്ല, സ്പോഞ്ച് ആവുകൊണ്ട്. ഇത് തുണിയിലൊക്കെയാണ് തുടച്ചെങ്കിൽ പിന്നെ രക്ഷയില്ല കേട്ടോ. ഒരുപാട് സോപ്പും ഇതൊക്കെ ചിലവാക്കിയാലും ഇത് വൃത്തിയാവില്ല. ഇത് തന്നെ ഇങ്ങനെ കഴുകിയിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, കേട്ടോ. അത്യാവശ്യം നല്ലോണം അഴുക്കുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതൊക്കെ എടുക്കുക. അവിടെ നമ്മൾ ഇതേപോലെ ചെയ്യണം. ഇതാ ഇത് നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകണം. അതേപോലെ തന്നെ ഇത് രണ്ടും കഴുകിയെടുക്കണം. ഇതാണ് ഈ സ്പോഞ്ചിൻ്റെ പ്രത്യേകത കേട്ടോ. അത് നല്ലോണം അങ്ങനെ വടിച്ചെടുത്താൽ പോരണതാണ് സ്പോഞ്ച്. ഇനി ഇങ്ങനെ ആക്കിയിട്ട് പോരുന്നില്ലെങ്കിൽ, ഉണങ്ങി പിടിച്ചതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ആക്കിയാൽ പോരില്ല. അപ്പം നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ മതി. എന്നാലും മെഴുക്കൊക്കെ നന്നായിട്ട് പോരും കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് പിന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അല്ല കറക്റ്റ് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, വെട്ടിത്തിളങ്ങുന്നൊക്കെ പറയില്ലേ, അതന്നെയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ദിവസവും രാത്രി. ഓക്കെ, ദിവസവും രാത്രി ഇങ്ങനെ എല്ലാം വർക്കുകളും കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കിയിടണം കേട്ടോ. നല്ല ഐശ്വര്യം നിറഞ്ഞ അടുക്കളയാവട്ടെ നിങ്ങളുടെ അടുക്കള, പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റവ്. ഓക്കെ, കഴുകി തുടച്ചിട്ടുള്ളതായി ഇവിടെ വച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക്